നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിൽ തങ്കൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. അത് സത്യവുമാണ്. പക്ഷേ അത് അയച്ചിരിക്കുന്നത് PW 8ാം സാക്ഷിയായിട്ടുള്ള മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നാണ്. പച്ച കള്ളായി പറയുന്നേ, എനിക്ക് ഇവരെ അറിയൊന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് കാണുന്ന പോലും. അങ്ങനെ പറയാനാണ് ഡിഫൻസ് കൗൺസിൽ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥ സത്യത്തിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും ഒളിച്ചോടാനാവില്ല. സത്യം സത്യമായി തന്നെ തെളിയേണ്ടതാണ്. അത് മൂടി വയ്ക്കാനുള്ളതല്ല. മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കാർത്തികയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുമ്പോൾ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരുന്നോ? തന്നിരുന്നു. 50,000 രൂപ അഡ്വാൻസായി തന്നിരുന്നു. ബാക്കി 1,00,000 രൂപ കൃത്യം നടത്തിക്കഴിഞ്ഞ് തരാമെന്നാ പറഞ്ഞേ. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നത്? ഇയാൾ നേരിട്ട് വന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനടുത്ത് വെച്ചാണ് തന്നത്. മറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് പൊയ്ക്കൊന്ന് പറയുകയും ചെയ്തു. കൊള്ളം. ഇവര് പറഞ്ഞ പച്ച കള്ളമാണ്. കേട്ടില്ലേ യുവർ ഓണർ? സ്നേഹിച്ച് കൂടെ കൂട്ടിയ പെൺകുട്ടിയെ നിഷ്കരുണം കൊന്നു തള്ളാൻ പോലും മടിയില്ലാത്ത ഒരു കൊടും ക്രിമിനലാണ് അങ്ങയുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം സ്ത്രീ ഇയാൾക്കൊരു ബലഹീനതയാണ്. അവരെ സ്വന്തമാക്കി അവരിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കാൻ എന്ത് കളിയും കളിക്കുന്ന തന്ത്രശാലിയായ ഒരു കുറുക്കൻ. മാത്രമല്ല, ഒരു ഗുണ്ടാപ്പണിയുടെ ചരിത്രം പിന്നിൽ കിടക്കുന്നതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇയാൾക്കൊക്കെ സാധിക്കുന്നത്. എനിവേ, എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ക്രൂരവും പൈശാചികവുമായ ഒരാസൂത്രിത കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ച വിഷ്ണുവിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഡിഫൻസ് കൗൺസിലിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. മാർട്ടിൻ, ചന്ദ്രൻ, തങ്കൻ. പേരൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ല, അത് തന്നെ. ഇവർക്ക് അതിലും ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു യുവർ ഓണർ. ഓക്കെ, അപ്പോ എന്റെ കക്ഷി വിഷ്ണു പറഞ്ഞിട്ടാണ് നിങ്ങൾ കാർത്തികയെ നെട്ടൂർ പാലത്തിന്റെ താഴെ കൊണ്ടുപോയി ജഡം കത്തിച്ച് ചാമ്പലാക്കിയത് അല്ലേ? അതെ. ജഡം കത്തിക്കരിഞ്ഞു എന്ന് ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. മുഴുവനും കത്തിക്കരിഞ്ഞിട്ടാണ് സാറേ ഞങ്ങൾ അവിടുന്ന് പോന്നത്. അതിന് എന്റെ കക്ഷി നിങ്ങൾക്ക് 50,000 രൂപ പ്രതിഫലവും തന്നു. ബാക്കി 1,00,000 രൂപ തരാന്നും പറഞ്ഞു അല്ലേ? അതെ. ഇനി ഇയാൾ പറയട്ടെ. നിങ്ങൾ 3 പേരും ഒന്നിച്ചാണല്ലോ കൃത്യം ചെയ്തത്. അപ്പോ ഇയാൾക്കും പറയാലോ. അന്നേ ദിവസം കാർത്തിക ധരിച്ചിരുന്ന ഡ്രസ്സ് ഏതാണ്? ഡ്രസ് ഓർമ്മയില്ലെങ്കിൽ കളർ പറഞ്ഞാലും മതി. അതെ. അയാള് പറയട്ടെ. അയാളും ഇതിൽ പങ്കാളിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ അയാൾക്കും പറയാലോ. പറ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഡിഫൻസ് കൗൺസിൽ മനഃപൂർവ്വം ഉത്തരങ്ങൾ കുഴപ്പിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോകുന്നവർ പെട്രോൾ ഒഴിച്ച് കാറിലിട്ട് കത്തിച്ചവർ അവളുടെ വസ്ത്രം ശ്രദ്ധിക്കില്ലേ? വസ്ത്രത്തിന്റെ കളറെങ്കിലും ശ്രദ്ധിക്കില്ലേ? പച്ചയാണോ? എടാ, റോസ് കളറാണെന്നാ തോന്നുന്നേ. കല്യാണ സാരിയാന്ന് പറഞ്ഞാലോ? പ്രതികളെന്ന് പറയുന്നവർക്ക് ഇപ്പോഴും സംശയമാണ് യുവർ ഓണർ. കാർത്തികയെ അന്നേ ദിവസം ഇവർ 3 പേരും കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് പാലത്തിന്റെ അടിയിൽ കൊണ്ടുപോയി കത്തിച്ചു എന്നൊക്കെ പറയുന്നത്?
മെനഞ്ഞെടുത്ത അതിശയോക്തി നിലനിൽക്കുന്ന കഥ. അങ്ങനെയുള്ള ഒരു കൃത്യം ഇവരെ പോലുള്ള 3 പേർക്ക് ചെയ്യാനാവില്ല മൈ ലോർഡ്. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വിസ്താരം അവസാനിപ്പിക്കുകയാണ് യുവർ ഓണർ. എന്റെ കക്ഷി പണം തന്നു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് പണം തന്നത്? നേരിട്ടാണ് തന്നത്. എത്ര രൂപ തന്നു? 50,000 രൂപ. നിങ്ങൾക്ക് എന്താ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലേ? അല്ല, ഈ ഡിജിറ്റൽ യുഗത്തിൽ പണം സംബന്ധിച്ചുള്ള ഇടപാടുകളെല്ലാം ഓൺലൈൻ വഴിയാണല്ലോ നടക്കുന്നത്. അതല്ലേ കുറച്ചുകൂടി സേഫ്? ഇല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല. ആ ശരി, കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. ഇതിൽ നിന്ന് എന്നെ ഇവർ ഈ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവുകയാണ്. ഇവരുടെ 3 പേരുടെയും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഇതിൽ തങ്കൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. അത് സത്യവുമാണ്. പക്ഷേ അത് അയച്ചിരിക്കുന്നത് PW 8ാം സാക്ഷിയായിട്ടുള്ള മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുക്കുവാൻ നിയമത്തിന്റെയും അധികാരത്തിന്റെയും പവറുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയും മധുശ്രീ എന്ന സ്ത്രീയുടെ വൈരാഗ്യ ബുദ്ധിയും കൂടെ പകയും ഉണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ കൊലപാതകം നടക്കുന്ന സമയത്ത് എന്റെ കക്ഷി വിഷ്ണു കല്യാണ മണ്ഡപത്തിലായിരുന്നു എന്ന് തെളിയിക്കാൻ മണ്ഡപത്തിലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാവുന്നതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ പറഞ്ഞതെല്ലാം കെട്ടുകഥയാണെങ്കിൽ നെട്ടൂർ പാലത്തിന് താഴെ കണ്ട കത്തിക്കരിഞ്ഞ ബോഡി ആരുടേതാണെന്ന് പ്രതിഭാഗം വക്കീൽ പറഞ്ഞു തരേണ്ടി വരും. അത് കാർത്തികയുടേതല്ലെന്നും കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനും എനിക്ക് ബഹുമാനപ്പെട്ട കോടതി 15 ദിവസത്തെ സാവകാശം തരണമെന്നും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ കേസിന്റെ ഹിയറിംഗ് അടുത്ത 15 ദിവസത്തിന് ശേഷമുള്ള ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.